ഈ കൊലയാളി തന്റെ അടുത്ത ഇരയുടെ മോട്ടോർ സൈക്കിളിന്റെ ഉയരമളന്നു. തുടർന്ന് റോഡിന് കുറുകെ മൂർച്ചയുള്ള ഒരു കമ്പി വലിച്ചുകെട്ടി മോട്ടോർ സൈക്കിളിന്റെ അതേ ഉയരത്തിൽ അതുറപ്പിച്ചു. അധികം വൈകാതെ രാത്രിയായി ലക്ഷ്യം വെച്ച വ്യക്തി തന്റെ മോട്ടോർ സൈക്കിളിൽ അമിതവേഗതയിൽ പാഞ്ഞുവന്നു. അയാൾ കെണിക്കടുത്തെത്തിയപ്പോൾ കൊലയാളി പെട്ടെന്ന് സ്പോട്ട്ലൈറ്റ് ഓണാക്കി. പെട്ടെന്നുണ്ടായ ആ തീവ്രപ്രകാശം കാരണം പ്രതികരിക്കാൻ പോലും സമയം ലഭിക്കുന്നതിന് മുൻപേ ആ മനുഷ്യന്റെ തല കമ്പിയിൽ തട്ടി വേർപെട്ടു. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഒരു ലൊക്കേറ്റർ ഉപകരണം ഇരയിൽ നിന്ന് തട്ടിയെടുക്കാനാണ് കൊലയാളി ഇത് ചെയ്തത്. ടൺ കണക്കിന് മയക്കുമരുന്ന് ഒളിപ്പിച്ച സ്ഥലം ആ ലൊക്കേറ്ററിലുണ്ടായിരുന്നു. ലൊക്കേറ്ററിലെ നിർദ്ദേശങ്ങൾ പാലിച്ച് കൊലയാളി വേഗത്തിൽ ആ ട്രക്ക് കണ്ടെത്തി. എന്നാൽ തങ്ങളുടെ സംഘത്തെ കൂടാതെ മറ്റു ചിലരും ഈ മയക്കുമരുന്ന് ലക്ഷ്യം വയ്ക്കുന്നുണ്ടെന്ന് അയാൾ കണ്ടു. അമേരിക്കയിൽ പ്രവേശിച്ചതിന് തൊട്ടുപിന്നാലെ ഒരു പോലീസ് കാർ അവരെ പിന്തുടർന്നു. പരിശോധനയ്ക്കായി വണ്ടി നിർത്താൻ അതിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. തൊട്ടുമുൻപ് അതിർത്തിയിലെ പോലീസ് സ്റ്റേഷനിൽ പരിശോധന കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ എന്നതിനാൽ ഇവർ വ്യാജ പോലീസുകാരാണെന്ന് കൊലയാളി ഉറപ്പിച്ചു. അതുകൊണ്ട് അയാളുടെ കൂട്ടാളി വേഗത്തിൽ തോക്കുമായി പുറത്തിറങ്ങി രണ്ട് വ്യാജ പോലീസുകാരുടെയും കണ്ണിൽപ്പെടാത്ത ഒരിടത്ത് ഒളിച്ചു നിന്നു. ആ സമയം കൊലയാളി വണ്ടി ഓടിച്ചുപോയി. പെട്ടെന്നുണ്ടായ വെടിവെപ്പിൽ വ്യാജ പോലീസുകാരിൽ ഒരാൾ സംഭവസ്ഥലത്ത് തന്നെ വെടിയേറ്റ് മരിച്ചു. രണ്ടാമത്തെയാൾ ഒരു യുസി തോക്ക് പുറത്തെടുത്ത് കൊലയാളികളുമായി വെടിവെപ്പ് ആരംഭിച്ചു. ആയുധങ്ങളിലെ ഈ വലിയ വ്യത്യാസം കാരണം രണ്ട് കൊലയാളികളും ആ വ്യാജ പോലീസുകാരന്റെ കൈയാൽ കൊല്ലപ്പെട്ടു. അങ്ങനെ ജിമ്മി എന്ന ആ വ്യാജ പോലീസുകാരൻ ആ മയക്കുമരുന്ന് ശേഖരം വിജയകരമായി കൈക്കലാക്കി. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.